പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 3 എൻഡ് ഓഫ് ചാപ്റ്റർ എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. കൺവേർട്ട് ദ ഫോളോയിങ് റാഷണൽ നമ്പേഴ്സ് ഇൻ ദ ഫോം ഓഫ് എ ടെർമിനേറ്റിംഗ് ഡെസിമൽ ഓർ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ഡെസിമൽ വിച്ച് എവർ ദ കേസ് മേ ബി ബൈ ദ പ്രോസസ് ഓഫ് ലോങ് ഡിവിഷൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റാഷണൽ നമ്പറിനെ നമ്മൾ ടെർമിനേറ്റിംഗ് ഡെസിമലിലോട്ടോ അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ഡെസിമലിലോട്ടോ കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് കേസായാലും ലോങ് ഡിവിഷൻ എന്ന പ്രോസസ്സിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നമുക്ക് തന്നിരിക്കുന്ന റാഷണൽ നമ്പർ ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആണോ എന്ന് നമുക്ക് ലോങ് ഡിവിഷൻ ചെയ്യാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? എങ്ങനെയാണ്? നമുക്ക് തന്നിരിക്കുന്ന റാഷണൽ നമ്പറിൻ്റെ ഡിനോമിനേറ്ററിനെ നമുക്ക് 10ൻ്റെ പവറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെന്തായിരിക്കും? ടെർമിനേറ്റിംഗ് ഡെസിമൽ ആയിരിക്കും. അപ്പോൾ അതാ 3/50യെ നമുക്ക് 2 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും? 6/100 ആയിട്ട് മാറും. 100 എന്ന് പറയുന്നത് 10⁻²2 ആണ്. 10ൻ്റെ പവറിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റി. ഇതെന്താണ്? 0.06 ആണല്ലേ? അപ്പോൾ ഇത് ടെർമിനേറ്റിംഗ് ഡെസിമൽ ആണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ നമ്മളോട് ലോങ് ഡിവിഷൻ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോങ് ഡിവിഷൻ ചെയ്ത് നോക്കാം. 3യെ നമ്മൾ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 3യെ 50 കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം നമ്മൾ 0 കൊടുക്കുന്നു. റിമൈൻഡർ ഈസ് 3. വീണ്ടും നമുക്ക് 3യെ ചെയ്യാൻ സാധിക്കില്ല അല്ലേ? അപ്പം നമ്മൾ ഇവിടെ എക്സ്ട്രാ ഡിജിറ്റ്സ് നമ്മൾ ആഡ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഡെസിമൽ പോയിൻ്റ് ഇട്ടിട്ട് ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 30യെ നമുക്ക് വീണ്ടും 50 കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കോഷ്യൻറ്റിൽ വീണ്ടും ഒരു 0 കൊടുക്കുന്നു. 0 × 50 ഈസ് 0. റിമൈൻഡർ ഈസ് 30. ഇനി വീണ്ടും നമ്മൾ ഒരു ഡിജിറ്റ് കൂടെ ആഡ് ചെയ്യുന്നു. 300. 50 × 6 ഈസ് 300. റിമൈൻഡർ ഈസ് 0. അപ്പോൾ നമുക്ക് 3/50 ചെയ്തപ്പോൾ എന്ത് കിട്ടി? 0.06 എന്ന് കിട്ടി. ദിസ് ഈസ് എ ടെർമിനേറ്റിംഗ് ഡെസിമൽ. അപ്പം ലോങ് ഡിവിഷൻ ചെയ്യാതെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇത് ടെർമിനേറ്റിംഗ് ഡെസിമൽ ആണ് എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നു അല്ലേ? ഇനി അടുത്തത് 2/9. അപ്പോൾ 2/9നെ നമുക്ക് 9നെ നമുക്ക് 10ൻ്റെ പവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അതായത് നമ്മളിതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ ഫാക്ടേഴ്സ് എഴുതുമ്പം അതിനകത്ത് 2ഓ 5ഓ അല്ലെങ്കിൽ 2ഉം 5ഉമോ ഒന്നെങ്കിൽ രണ്ടും വരണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നെങ്കിലും വന്നാൽ മാത്രമേ നമുക്ക് 10ൻ്റെ പവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയാൽ 9 എഴുതി കഴിഞ്ഞാൽ 3 × 3 ആണ് 9. 2ഉം ഇല്ല 5ഉം ഇല്ല അല്ലേ? അതുകൊണ്ട് ഇതെന്തായിരിക്കും? നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ഡെസിമൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് 2/9 ഒന്ന് ചെയ്ത് നോക്കാം. 2/9 ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ 0 ഇട്ട് കൊടുക്കുന്നു. റിമൈൻഡർ ഈസ് 2. ഇനി നമ്മൾ എക്സ്ട്രാ ഡിജിറ്റ് ആഡ് ചെയ്യുന്നത് കൊണ്ട് ഡെസിമൽ പോയിൻ്റ് ഇട്ടിട്ട് ഒരു 0 ഇടുന്നു. 9 2s are 18. റിമൈൻഡർ ഈസ് 2. വീണ്ടും 20. 9 2s are 18. റിമൈൻഡർ ഈസ് 2. എന്ത് ചെയ്തു പോകും? ഇത് റിപ്പീറ്റ് ചെയ്ത് പോകും അല്ലേ? 2 2 2 2 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തു പോകും. അപ്പോൾ നമുക്കിതിനെ എന്ത് എഴുതാം? 0.222 എക്സെട്ര ഇങ്ങനെ എഴുതാം. ഇതെന്ന് പറയുന്നത് 0.2 ബാറാണ്. അതുകൊണ്ട് ഇതെന്താണ്? ദിസ് ഈസ് എ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ഡെസിമൽ. ഇത് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ഡെസിമലാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ലോങ് ഡിവിഷൻ ചെയ്യാതെ തന്നെ ഇതെന്താണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് √5 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. അപ്പോൾ √5 ഒരു ഇറാഷണൽ നമ്പർ ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ നമ്മുടെ ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. നമ്മളിത് കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ്, പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്താണോ പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ അസ്യൂം ചെയ്യും. അങ്ങനെയാണ് ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് √5 ഇറാഷണൽ നമ്പറാണ് എന്ന് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ എന്ത് അസ്യൂം ചെയ്യും? √5 റാഷണൽ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അപ്പം നമുക്കിതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? അസ്യൂം ദാറ്റ് √5 ഈസ് റാഷണൽ. റാഷണൽ നമ്പർ ആണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും?
റാഷണലാണെങ്കിൽ ഇതിനെ നമുക്ക് P/Q ഫോമിൽ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, സോ √5 ഈസ് ഈക്വൽ ടു P/Q, അല്ലെങ്കിൽ നിങ്ങൾക്ക് എയോ ബിയോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ എന്ത് പറയാം, വേർ P and Q ആർ ഇൻറ്റിജേഴ്സ്. പിയും ക്യൂവും റാഷണൽ നമ്പറാണ്, എന്തായിരിക്കും, ഇൻറ്റിജേഴ്സ് ആയിരിക്കും. പിന്നെന്താണ്, P and Q ആർ കോപ്രൈംസ്, അതായത് 1 അല്ലാതെ വേറെ കോമൺ ഫാക്ടേഴ്സ് കാണാനും പാടില്ല. ഇൻറ്റിജേഴ്സ് ഹാവിങ് നോ കോമൺ ഫാക്ടർ അതർ ദാൻ 1, അതാണ് കോപ്രൈം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു, നമ്മളിതിൻ്റെ 2 സൈഡും സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. ഇതിൻ്റെ 2 സൈഡും സ്ക്വയർ ചെയ്താൽ എന്ത് വരും, √5 സ്ക്വയർ ഈസ് ഈക്വൽ ടു P/Q ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു √5 സ്ക്വയർ ഈസ് 5. 5 ഈസ് ഈക്വൽ ടു P സ്ക്വയർ ബൈ Q സ്ക്വയർ. ഇനി Q സ്ക്വയറിനെ ഞാൻ LHSലേക്ക് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ എന്താവും, 5Q സ്ക്വയർ ഈസ് ഈക്വൽ ടു P സ്ക്വയർ. അപ്പോൾ ഇവിടെ P സ്ക്വയർ എന്ന് പറയുന്നത് 5 കൊണ്ട് അല്ലെങ്കിൽ 5ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ അത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ 5Q സ്ക്വയർ ഈസ് ഈക്വൽ ടു P സ്ക്വയർ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം P സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, 5ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 5ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് എന്തും പറയാം, 5 വെച്ച് ഡിവിസിബിൾ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ എന്തെഴുതാം, ദിസ് ഷോസ് ദാറ്റ് P സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 5. P സ്ക്വയർ 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, Pയും 5 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. സോ P ഈസ് ഡിവിസിബിൾ ബൈ 5. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു P 5ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 5 കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് ഇതെന്താണ്, 5ൻ്റെ മൾട്ടിപ്പിൾ ആണ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്കിവിടെ Pയെ നമുക്ക് എന്തെഴുതാം, ലെറ്റ് P ഈസ് ഈക്വൽ ടു 5ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഞാൻ 5K എന്ന് എടുക്കുന്നു. Pയെ ഞാൻ എന്താണ് 5K എന്ന് എടുക്കുന്നു. ഇനി ഇതിനെ എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ വേർ K ഈസ് ആൻ ഇൻറ്റിജർ. ഇനി അടുത്തത് സബ്സ്റ്റിറ്റ്യൂട്ടിങ്. അപ്പോൾ എന്ത് വരും, ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5Q സ്ക്വയർ ഇസ് ഈക്വൽ ടു P സ്ക്വയറിന് പകരം എന്തെഴുതുന്നു, Pക്ക് പകരം ഞാൻ 5K സ്ക്വയർ എന്ന് എഴുതുന്നു, ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതെന്താവും, 5Q സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ സ്ക്വയർ ചെയ്യുന്നു, 5ൻ്റെ സ്ക്വയർ 25, Kയുടെ സ്ക്വയർ K സ്ക്വയർ. അപ്പോൾ ഇതെന്തായിട്ട് മാറും, Q സ്ക്വയർ ഈസ് ഈക്വൽ ടു 5K സ്ക്വയർ എന്നായിട്ട് മാറും. അതായത് 5ഉം 25ഉം കൂടെ ക്യാൻസലായിട്ട് ഇവിടെ 5 ആകും. 5 5s ആർ 25. അതായത് 5നെ നമ്മൾ RHS കൊണ്ടുവന്നാൽ 25/5, ദാറ്റ് ഈസ് 5. ഓക്കെ, അപ്പോൾ അത്രയും സ്റ്റെപ്പ് എഴുതാതെ ഡയറക്റ്റ് നമ്മൾ കട്ട് ചെയ്ത് എഴുതിയതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ എന്തായി, Q സ്ക്വയർ ഈസ് ഈക്വൽ ടു 5K സ്ക്വയർ എന്നായി. ഇതിൻ്റെ അർത്ഥം എന്താ, Q സ്ക്വയർ 5ൻ്റെ മൾട്ടിപ്പിൾ ആണ്. മുകളിൽ 5Q സ്ക്വയർ ഈസ് ഈക്വൽ ടു P സ്ക്വയർ എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു, P സ്ക്വയർ 5ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അതായത് P സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 5. ഇവിടെ ഇപ്പോൾ എന്ത് പറയാം, Q സ്ക്വയർ 5ൻ്റെ മൾട്ടിപ്പിൾ ആണ്, അല്ലെങ്കിൽ എന്ത് പറയാം, Q സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 5. Q സ്ക്വയർ ഈസ് divisible by 5. So Q is also divisible by 5. ഓക്കെ, അപ്പോൾ നമ്മൾ മുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു പിയും ക്യൂവും എന്താണ് എന്ന് പറഞ്ഞിരുന്നു. പിയും ക്യൂവും ഇൻറ്റിജേഴ്സ് ആണ്, അതിന് 1 അല്ലാതെ വേറെ കോമൺ ഫാക്ടേഴ്സ് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ നമ്മളിവിടെ ചെയ്തു വന്നപ്പോഴോ ഇവിടെ പി ഈസ് ഡിവിസിബിൾ ബൈ 5. പി 5 വെച്ച് ഡിവിസിബിൾ ആണ്, ക്യൂവും 5 വെച്ച് ഡിവിസിബിൾ ആണ്. അതിൻ്റെ അർത്ഥം എന്താ, പിക്കും ക്യൂവിനും 5ഉം കൂടെ കോമൺ ഫാക്ടറായിട്ട് വരുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തായിപ്പോയി, തെറ്റിപ്പോയി അല്ലേ. പിയും ക്യൂവും കോപ്രൈം നമ്പേഴ്സാണെന്ന് പറഞ്ഞത് നമ്മൾ അസ്യൂം ചെയ്തത് എന്തായി, തെറ്റായിട്ട് പോയി. അപ്പോൾ നമുക്ക് എന്തെഴുതാം, ദസ് ബോത്ത് പി ആൻഡ് ക്യൂ ആർ ഡിവിസിബിൾ ബൈ 5.
വിച്ച് കോൺട്രഡിക്ട്സ് ദ ഫാക്ട് ദാറ്റ് P and Q have no common factor other than 1. Therefore, our assumption is wrong. Assumption wrong ആണെങ്കിൽ √5 എന്തായിരിക്കും? √5 ഈസ് ഇറാഷണൽ. നമ്മൾ √5 റാഷണൽ ആണ് എന്നായിരുന്നു അസ്യൂം ചെയ്തത്. നമ്മുടെ അസംഷൻ റോങ് ആണ്. അതുകൊണ്ട് √5 എന്താണ്? √5 റാഷണൽ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.